പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്ക എടുക്കുന്ന ഒരു മധ്യസ്ഥ നീക്കമുണ്ട്. അത് ഇന്ത്യയുടെ കാര്യത്തിലായാലും പാകിസ്ഥാൻ്റെ കാര്യത്തിലായാലും ഒരേപോലെ താല്പര്യമുള്ളൊരു രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്ക അങ്ങനെ ഒരു പൊസിഷൻ. പക്ഷേ ട്രംപിൻ്റെ ഈ ഭരണകാലത്ത് അങ്ങനെയൊരു താല്പര്യം എടുത്തിട്ടുണ്ടോ എന്ന പ്രശ്നം. ഇറാനിയൻ വിദേശകാര്യമന്ത്രിയാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവുമായി ഇറങ്ങിയിട്ടുള്ളത്. അത് ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രം. ഞാൻ ശ്രീലാലിലേക്ക് വരികയാണ്. ശ്രീലാൽ, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം നടന്നു. പ്രതിരോധ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്നിപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അവിടെ നടന്ന അതേ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി ബ്രീഫ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത് രാജ്യസഭാംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പറഞ്ഞത് പ്രതിരോധ മന്ത്രി പറഞ്ഞൊരു കാര്യം, ഒരു യുദ്ധം അത് രാജ്യം ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം ഉണ്ടാകില്ല. പക്ഷേ യുദ്ധം അങ്ങേയറ്റം വിനാശകരമാണ്, അതല്ല അത് ഒരു പരിഹാരത്തിലേക്ക് പോകും എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. പക്ഷേ ഭീകരവാദത്തിനെതിരായിട്ടുള്ള, പാകിസ്ഥാൻ്റെ ഈ നീക്കത്തിനെതിരായിട്ടുള്ള, ഈ രീതിക്കെതിരായിട്ടുള്ള ശക്തമായ തിരിച്ചടിയും മുന്നറിയിപ്പും അത് ആ നിലയിൽ എന്താണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് മാത്രമേ പോകൂ എന്ന് രാജ്യത്തെ സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളോട് പ്രതിരോധ മന്ത്രി പറയുന്നതിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത് അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോടായി പറയുകയും ചെയ്തു. ഞാനിത് സൂചിപ്പിക്കാൻ കാര്യം, മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. സൂചിപ്പിക്കാൻ കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ഭാഗം 1:45 ഇന്നലെ പുലർച്ചെ 1:45 സംഭവിച്ചതിൻ്റെ ഒരു സീരീസ് ഉണ്ട്. അതിനുശേഷം ഇന്ന് നമ്മുടെ മുമ്പിൽ, ഞങ്ങളിപ്പോൾ നമ്മുടെ ഈ സംസാരം തുടങ്ങിയ സമയത്ത് കേണലിനോട് ഞാൻ സൂചിപ്പിച്ച ലാഹോർ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സൈന്യം നടത്തിയ അതിശക്തമായ ഒരു വലിയ, പാകിസ്ഥാനെ കൃത്യമായി വിറപ്പിക്കുന്നൊരു കാര്യം തന്നെയാണത്. ഇന്ത്യക്ക് നേരെ ഇന്ത്യൻ നഗരങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണങ്ങളുമായി വന്നു. അതിനെ നിർവീര്യമാക്കി തിരിച്ചടിയുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോയി. ലാഹോറാണ് വളരെ കൃത്യമായി കേന്ദ്രീകരിച്ച് റഡാർ സിസ്റ്റത്തെ കൃത്യമായി അത് അറ്റാക്ക് ചെയ്യുന്ന നില സംഭവിച്ചു. ഈ രണ്ട് സീരീസും ശ്രീലാൽ ശ്രദ്ധിക്കുമ്പോൾ മുമ്പ് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിലേക്ക് സൈന്യം വളരെ സൂക്ഷ്മതയോടെ വിദഗ്ധമായി നീങ്ങുക എന്ന നിലയിലേക്കാണോ നമ്മുടെ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതായത് മുൻപുണ്ടായ ആക്രമണങ്ങളിൽ മുൻപ് ഇന്ത്യ കടന്നാക്രമിച്ചപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ ഒരു ഹെഡിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്രമണമായിട്ട് നമ്മൾ വരുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഇതുവരെയും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, ഈ നമ്മൾ തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർക്കാർ എടുത്തൊരു തീരുമാനമുണ്ട്. അതായത് സൈന്യത്തിന് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിട്ടുകൊടുക്കുന്നു. സൈന്യമാണ് ഇതിന് മറുപടി നൽകേണ്ടത്. പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകേണ്ടത് സൈന്യമാണ്. അത് എപ്പോൾ എങ്ങനെ വേണമെന്ന് സൈന്യം തീരുമാനിക്കും എന്നുള്ള പരസ്യമായ ഒരു പ്രഖ്യാപനം പോലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ സൈന്യത്തിന് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ട്, പൂർണ്ണ അധികാരം നൽകിക്കൊണ്ട്, സൈന്യത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു വലിയ നേട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് ആ പ്രിസിഷൻ അറ്റാക്കിൻ്റെ എല്ലാം കൃത്യത ഉണ്ടാകുന്നതും അതിന് സൈന്യം കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെല്ലാം അങ്ങനെ ഒരു ഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചത്. കാരണം ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇന്ത്യക്കെന്നല്ല, ഒരു രാജ്യത്തിനും നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളത് എളുപ്പമല്ല. എത്ര ചെറിയ രാജ്യമാണെങ്കിലും, എത്ര ചെറിയ രാജ്യത്തെ എത്ര വലിയ രാജ്യം ആക്രമിച്ചാലും ആ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം തന്നെ എടുത്തു കഴിഞ്ഞാൽ, യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്. ആ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളെല്ലാം കരുതിയത്, അല്ലെങ്കിൽ റഷ്യ തന്നെ അവകാശപ്പെട്ടത്, ഞങ്ങളിതാ പോകുന്നു, യുക്രൈനെ കീഴടക്കുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും, സൗഹൃദ രാജ്യങ്ങളും എതിർ രാജ്യങ്ങളും എല്ലാം ഉള്ള ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആ യുദ്ധം അവിടെ ഒതുങ്ങുന്നില്ല, അതൊരു ഹൊറിസോണ്ടൽ യുദ്ധമായി മാറാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് പറയാനൊരു കാരണമുണ്ട്. പഹൽഗാമിൽ നടത്തിയുള്ള അതിഭീകരമായ ഭീകരാക്രമണം, അതിന് മറുപടി നൽകുക എന്നുള്ളത് ഇന്ത്യയുടെ അവകാശമാണ്. കാരണം ഇപ്പോൾ ഈ 9/11 ശേഷം അമേരിക്ക തുടങ്ങി വെച്ച പിന്തുടർന്ന് ആക്രമിക്കുക എന്നുള്ളത്, അതായത് കുറ്റവാളികളാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചവരാണ് എന്ന് വ്യക്തത വരുത്തി കഴിഞ്ഞാൽ അവരെ പിന്തുടർന്ന് ആക്രമിച്ച് അവരെ വധിക്കുക, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ള നയം. അതെ, ശ്രീലാൽ പറഞ്ഞ പോലെ അബോട്ടാബാദിൽ എത്തി പാകിസ്ഥാൻ പോലും അറിഞ്ഞില്ല ബിൻ ലാദനെ പിടികൂടി ഫിനിഷ് ചെയ്യുന്നത്. അത് അമേരിക്ക തുടങ്ങി വെച്ചു. അമേരിക്കയ്ക്ക് മുമ്പ് ഇസ്രയേൽ മൊസാദ് നടത്തിയിരുന്നു. പക്ഷേ അത് ഒരു ലോകക്രമമായി അംഗീകരിക്കപ്പെട്ടത് 9/11 ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണ്. ആ നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ആദ്യത്തെ 14 ദിവസം ഇതിനെടുത്തത് തന്നെ എവിടെയാണ് ഇവർ എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഇവർക്ക് പിന്നിൽ എന്നുള്ളത്. ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ പിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു എന്നുള്ള ആരോപണം ഉണ്ടാകുമ്പോഴും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് കൃത്യമായ വിശദീകരണം ഇന്ത്യ നൽകുന്നുണ്ട്. അത് ഇവിടുന്നാണ്, അതായത് 2008 മുതൽ നടത്തിയിട്ടുള്ള, ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക്, ഭീകരാക്രമണങ്ങൾക്ക് നിലമൊരുക്കിയ സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഇന്ന സ്ഥലത്ത് ഇത്ര പേർ പരിശീലനം ലഭിച്ചിട്ടുണ്ട്, ഇത്ര പേർക്ക് പരിശീലനം നൽകാൻ കഴിവുള്ള ഒരു സ്ഥലമാണിത്, ഇന്ന ആക്രമണത്തിൽ പങ്കെടുത്തവർ ഈ ക്യാമ്പിൽ നിന്ന് വന്നവരാണ് എന്നതുവരെ കൃത്യമായി വ്യക്തമായി ഇന്നലെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് ആ തിരിച്ചടിക്കാനുള്ള അവകാശം ഇന്ത്യ അത് നടപ്പിലാക്കുന്നു.
അതിനുശേഷം പാകിസ്ഥാന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മർദ്ദമുണ്ട്. അവർക്ക് ഈ കാര്യത്തിൽ പ്രതികരിച്ചേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി തന്നെ നമ്മുടെ അതിർത്തിയിൽ ആക്രമണം നടത്തുന്നുണ്ട്. അത് പാകിസ്ഥാൻ തുടരുകയും ചെയ്യുന്നുണ്ട്. ശ്രീലാൽ, ഞാൻ ചോദിക്കാൻ വന്നത് ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഭാഗം അതാണല്ലോ. ഇപ്പോൾ ശ്രീലാൽ സംസാരിച്ചത് സ്വാഭാവികമായും ഇന്നലെ സംഭവിച്ചതും ഏറെ ചർച്ച ചെയ്തതുമാണ്. ഇന്ന് പാകിസ്ഥാൻ ഈ അതിർത്തി ലൈൻ ഓഫ് കൺട്രോളിനോട് കേന്ദ്രീകരിച്ച് ആ ഭാഗം കേന്ദ്രീകരിച്ച് ഷെല്ലാക്രമണം അതിശക്തമായി നടത്തുന്നു. വൈകുന്നേരത്തെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു 13 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് ഈ ഷെല്ലാക്രമണത്തിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് ആ നാടിനെ, ആ രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കും അവർ കടന്നു. ഇന്ത്യയുടെ സുപ്രധാനമായ പല ഭാഗങ്ങളും അവരാക്രമിക്കാൻ നീക്കം നടത്തി, അതിനെ നിർവീര്യമാക്കി. പകരം ലാഹോറിൽ തന്നെ തിരിച്ചടിക്കുന്നു. അത് അതിർത്തി കേന്ദ്രങ്ങളിലല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒക്യുപ്പൈഡ് കാശ്മീരിലല്ല, ലാഹോറിൽ തന്നെ തിരിച്ചടിക്കുന്നു എന്ന നിലയിലേക്കാണ് ഇന്ന് വൈകുന്നേരമായപ്പോൾ നമ്മുടെ മുമ്പിൽ അതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം വന്നത്. അത് ആദ്യത്തെ പാർട്ടിൻ്റെ കുറേ കൂടി അഗ്രസീവായിട്ടുള്ള, കുറേ കൂടി ഷാർപ്പായിട്ടുള്ള മറ്റൊരു നീക്കമായി ശ്രീലാൽ കാണുന്നു. തീർച്ചയായും ശരത്, നോക്കൂ, പാകിസ്ഥാനിൽ 2 തരത്തിലുള്ള ഭരണകൂടമാണുള്ളത്. ഒന്ന് സിവിലിയൻ ഭരണകൂടവും, 2 മിലിറ്ററി ഭരണകൂടവും. സിവിലിയൻ ഭരണകൂടം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ, ഏറ്റവും കഴിവില്ലായ്മയുടെ ഏറ്റവും തറത്തട്ടിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ മിലിറ്ററി ഭരണകൂടം അവരുടെ അഗ്രസീവ്നെസ് കാണിച്ചേ മതിയാകൂ. കാരണം അവർക്ക് ഇന്ത്യയെ ഇവിടെ നേരിടുന്ന, ഈ അതിർത്തിയിൽ ഇന്ത്യ നേരിടുന്നത് മാത്രമല്ല അവരിപ്പോൾ നേരിടുന്ന പ്രശ്നം, അവർ ബലൂച്ച് മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവിടെ ആഭ്യന്തര കലാപവും ആഭ്യന്തര പ്രതിസന്ധികളും അതിരൂക്ഷമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്, അവരുടെ സേനാ തലവന്മാർക്ക്, ആ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് അവരുടെ മുറയിൽ തകർക്കാതിരിക്കുന്നതിന്, അവരുടെ മുറയിൽ പിടിച്ചു നിർത്തുന്നതിനുള്ള ചില നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം ഞങ്ങൾ നടത്തി. അത് മാത്രമല്ല, ഈ പ്രത്യാക്രമണം നടത്തി എന്നുള്ളത് മാത്രമല്ല, അത് നടത്താത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടുള്ള ഒരു റൂമർ മോങ്കറിങ് അത് അതിഭീകരമായി നടക്കുന്നു പാകിസ്ഥാനിൽ എന്നുള്ളത് നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തുള്ളവരാണ്. ഈ പാകിസ്ഥാനിലെ ചില സോഷ്യൽ മീഡിയ സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഡൽഹി ആക്രമിച്ച് കീഴടക്കിയ തരത്തിലുള്ള വാർത്തകൾ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാർ മോങ്കറിങ്, ഈ റൂമർ മോങ്കറിങ് ഒരു ഭാഗത്ത് നടക്കുന്നു, ഇത്തരത്തിൽ നടക്കലിടുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് പാകിസ്ഥാൻ ഇത് എത്ര നാൾ ഇത്തരത്തിലുള്ള അഗ്രസീവ്നെസ് തുടരാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരില്ല എന്നുള്ളത് വലിയ പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഇറാൻ പോലും ഇന്ത്യയോട് സമാധാനം അഭ്യർത്ഥിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല. പാകിസ്ഥാൻ അവരുടേതായ രീതിയിൽ പാകിസ്ഥാൻ നിലനിന്ന് പോകേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിന് നടപടി ഉണ്ടാകണമെങ്കിൽ, അത് നടക്കണമെങ്കിൽ ഇന്ത്യ ഇടപെടണം, ഇന്ത്യ നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ കാണുന്നതും ഇത് തന്നെയാണ്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെടുന്നത് വരെയും ഒരു അഗ്രസീവ്നെസ് കാണിക്കുക, അതിനുശേഷം പിൻവാങ്ങാനുള്ള ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഒരു ആലോചന എന്ന് വേണം കാണാൻ. ഏതായാലും ഇറാൻ പൊടുന്നനവേ, ഇറാൻ വിദേശകാര്യമന്ത്രി ശ്രീലാൽ പറഞ്ഞതുപോലെ നേരിട്ട് ഇന്ത്യയുമായി, അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യയിലെത്തി സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാൻ എത്രമാത്രം പ്രതിരോധത്തിലാണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചന തന്നെയാണ്. ഞാൻ സാജനിലേക്ക് വരുമ്പോൾ, സാജൻ, ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം പറയാം. ഈ സമീപകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടായി കേന്ദ്ര സർക്കാർ ജയിലിലടച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് മുഹമ്മദ് സുബൈർ, ആൾട്ട് ന്യൂസിൻ്റെ എഡിറ്റർ. ഈ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്ന തരത്തിലേക്കൊരു പ്രചാരണം നടത്തിയപ്പോൾ ഇതെല്ലാം ഫേക്ക് ന്യൂസാണ്, എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അതെല്ലാം ഫേക്ക് ന്യൂസാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വളരെ ശക്തമായി അറിയിച്ച മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് ആൾട്ട് ന്യൂസ് വീണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു കാലത്ത് രാജ്യം, അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടം മുഹമ്മദ് സുബൈർ എന്ന ആൾട്ട് ന്യൂസിൻ്റെ എഡിറ്ററെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. അതേ മുഹമ്മദ് സുബൈറും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും തന്നെയാണ് പാകിസ്ഥാൻ്റെ ഈ കള്ളപ്രചാരണത്തെ, അത് ഫേക്ക് ന്യൂസാണ് എന്ന് ശക്തമായി രാജ്യത്തിന് മുമ്പാകെ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പാകെ തന്നെ വെളിപ്പെടുത്തിയത്. അവസാനം അതിൽ അങ്ങേയറ്റം അപഹാസ്യരായി ആ രാജ്യത്തെ ഭരണകൂടം മാറുന്നതും നമ്മൾ കണ്ടതാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നൊക്കെയാണ് അവരുടെ മന്ത്രി വിശദീകരിക്കുന്ന നിലയുണ്ടായത്. ഇന്നലത്തെയും ഇന്നത്തെയും സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ സജൻ, ഈ സൈനിക നീക്കം, ഇന്ത്യൻ സൈനിക നീക്കം, നമ്മൾ അതേക്കുറിച്ചാണ് ആദ്യ ഭാഗം എന്ന നിലയിൽ സംസാരിക്കുക. ആ സൈനിക നീക്കം ഏറെ മികവോടെ പാകിസ്ഥാന് ശരിയായ ശക്തമായ തിരിച്ചടിയും പാഠമാകും വിധത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതെ ശരത്, തീർച്ചയായും കൃത്യമായി അളന്നു കുറിച്ച മറുപടിയാണ് ഇന്ത്യ നൽകിയത്. നമുക്കറിയാം പഹൽഗാമിലുണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത, നമ്മൾ സാധാരണ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്ന ചില പ്രത്യേക ഇടങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷപാതമുള്ള, അല്ലെങ്കിൽ മതപരമായ ഏതെങ്കിലും ഒരു മതപരമായ ഒരു കേന്ദ്രങ്ങളിലേക്കാണ് സാധാരണ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ തികച്ചും മതനിരപേക്ഷവും ഉല്ലാസ കേന്ദ്രത്തിലെത്തിയ നിരപരാധികളെ ഭീകരർ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ലോകത്ത് തന്നെ ചുരുക്കം സംഭവങ്ങളിലൊന്നാണ്.
ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരുന്നത് സൈന്യം എല്ലാം പുറത്തു പറയാറില്ല. അതിൽ തന്ത്രപ്രധാനമായ താല്പര്യങ്ങളുണ്ട്, രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെല്ലാം പറയുമ്പോൾ തന്നെ പക്ഷേ നേരത്തെ ശരത് ചൂണ്ടിക്കാട്ടിയതുപോലെ ആൾട്ട് ന്യൂസിൻ്റെ ഒരു ആൾട്ട് ന്യൂസിൻ ഈ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പ്രചാരണ യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത് സത്യമാണെന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷേ ഈ പാകിസ്ഥാനെ പോലെ പൂർണ്ണമായ നിരുത്തരവാദ സമീപനം പെടുത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നേരത്തെ ശ്രീലാലും എല്ലാം ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. അവിടെ സർക്കാരിനും ജനാധിപത്യ സർക്കാരിനും ഒരു കാലത്തും ജനാധിപത്യ സർക്കാരിന് ആധിപത്യമില്ലാത്ത ഒരു സംവിധാനമാണ് പാകിസ്ഥാനിൽ. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്രചരണം നടത്തുന്ന ഒരു രാജ്യവുമാണ്. യുദ്ധകാലത്തും സമാധാനകാലത്തും. സമാധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഒരു പ്രധാന പല കാലങ്ങളിലും സമാധാനത്തിന് ഭംഗം വന്നെങ്കിലും പൊതുവേ സമാധാനത്തിന് ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് പോലും കുപ്രചരണം നടത്തുന്ന ഈ പാകിസ്ഥാൻ ഈ സംഘർഷം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും വലിയ കള്ളപ്രചാരണങ്ങളെ തുറന്നു കാട്ടിയത് ആൾട്ട് ന്യൂസാണ്. നേരത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളുടെ വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാട്ടിയ ആൾട്ട് ന്യൂസിനെ മതപരമായ ചില ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ അവഹേളിക്കാൻ ഒരു വിഭാഗം മുതിർന്നു. പക്ഷേ അതെല്ലാം സമയത്തിന് നേരിട്ട സുവയിൽ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഭീകരതയ്ക്ക് മതമില്ല. ഭീകരത നേരിടാൻ ഏറ്റവും ആദ്യം വേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യമാണ്. രാജ്യത്തിൻ്റെ ഐക്യവും എല്ലാവരെയും ഒന്നിച്ചേർത്തി മാത്രമേ ഇത്തരം ഭീകരവാദികളെ നേരിടാൻ കഴിയുള്ളൂ. പാകിസ്ഥാനിലെ ഭീകരതയെ പാകിസ്ഥാൻ ലോകത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 3 ദശകമായി ഭീകരവാദികളുടെ താവളമാണ് പാകിസ്ഥാൻ. ഈ ഭീകരപ്രവർത്തനങ്ങളുടെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ പലതവണ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപക നേതാക്കളടക്കം ഒട്ടേറെ പാകിസ്ഥാനിൽ പല മേഖലകളിലും ഒരു നിയമ സംവിധാനം നിലവില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പാക് സർക്കാരിൻ്റെ അറിവോടെയും അല്ലാതെയും ഒക്കെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് തന്നെ വിദേശ മന്ത്രാലയം പുറത്തുവിട്ട പല രേഖകളും വ്യക്തമാക്കുന്നത് ഈ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തികളുടെ സംസ്കാര ചടങ്ങുകളിൽ അവിടുത്തെ സൈനിക ഭരണാധികാരികൾ പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ പാക് സർക്കാരിനും പാക് ഭരണാധികാരികൾക്കും നേരിട്ട് ഇത്തരം സംഭവങ്ങൾ പങ്കുണ്ടെന്നുള്ള തെളിവുകൾ ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥമാണ്. ഇത് പറയാതെ ഈ കള്ളപ്രചരണത്തിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സമാധാനത്തിന് ഉള്ള സാധ്യത തെളിയുകയില്ല. ശരി, അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും. അപ്പോൾ അതുകൊണ്ട് സമാധാന പാതയിൽ ഇപ്പോൾ സംഘർഷം ഇന്ത്യൻ ഭരണ നേതൃത്വം പലവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ യുദ്ധവെറിയോ പുലർത്തുന്ന രാജ്യമല്ല. പക്ഷേ നിരപരാധികളുടെ ചോര ഇന്ത്യൻ മണ്ണിൽ വീഴാൻ ഇനി അനുവദിക്കാൻ കഴിയില്ല. മുംബൈ ഭീകരാക്രമണം മുതൽ പത്താൻകോട്, ഉറി, പുൽവാമ, പഹൽഗാം ഇങ്ങനെ ഒരു ഭീകരാക്രമണങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയും. ഇതിനെല്ലാം കൃത്യമായ തെളിവ് സഹിതം ഇന്ത്യ പാകിസ്ഥാൻ ഈ തെളിവുകൾ പോലും ഈ ഹഫീസ് മുഹമ്മദ് സയ്യിദ് പോലുള്ള ഭീകരർക്കെതിരെ തെളിവുകൾ സഹിതം മുംബൈ ഭീകരാക്രമണവും പത്താൻകോട് ആക്രമണത്തിലും പങ്കെടുത്ത ആളുകളുടെ വിലാസം സഹിതം ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ആ തെളിവുകൾ മറച്ചു വെച്ച് ഇന്ത്യയെ പഴിചാരാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇത് 2 കാര്യം നമ്മൾ ചെയ്യണം. ഈ സൈനിക നടപടിക്കൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകിസ്ഥാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ തെറ്റിദ്ധാരണപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെ നമ്മൾ പൂർണ്ണമായും തുറന്നു കാട്ടണം.